കഴിഞ്ഞ ദിവസം ഈസ്റ്ററൊക്കെ കഴിഞ്ഞ കാര്യമായി ആഘോഷങ്ങളുടെ കലാശക്കൊട്ടുമൊക്കെ കഴിഞ്ഞ് 2 ദിവസം പതിവിൽ കൂടുതൽ ഉറങ്ങിയപ്പോൾ ഒരു സന്തോഷം. നോക്കിയപ്പോൾ ഇന്ന് വേൾഡ് ഹെൽത്ത് ഡേ, ലോക ആരോഗ്യ ദിനം. തൽക്കാലം നമ്മുടെ ആരോഗ്യമൊക്കെ നോക്കി വീട്ടിലിരിക്കാം, അല്പനേരം ഉറങ്ങാം എന്നൊക്കെ ഓർത്ത് കാലത്തിൻ്റെ ബലഹീനതയിലൂടെ കണ്ണോടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൊബൈലും ഫേസ്ബുക്കുമൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒരു വിചിത്രമായ ചിത്രം കണ്ടു. അതിൽ ഒരു ചോദ്യം: ഞാൻ ഈ ദേശം നശിപ്പിച്ചോ എന്ന്. ഹോളി വീക്കും ഈസ്റ്ററുമൊക്കെ കഴിഞ്ഞ സമയമായതുകൊണ്ട് പെട്ടെന്ന് യൂദാസിൻ്റെ കർത്താവിനോടുള്ള ആ മറുചോദ്യമാണ് ആദ്യം ഓർമ്മയിൽ വന്നത്. നിങ്ങളിൽ ഒരാൾ എന്നെ ഒറ്റുകൊടുക്കുമെന്ന് കർത്താവ് പറഞ്ഞപ്പോൾ ചാടി എഴുന്നേറ്റ് യൂദാസ് ചോദിക്കുകയാണ്, അത് ഞാനാണോ? ചിലർ അങ്ങനെയാ. എല്ലാ ദാരിദ്ര്യവാസത്തരങ്ങളും ചെയ്ത ശേഷം, നാടിനെയും നാട്ടുകാരെയും ഒക്കെ ഒറ്റുകൊടുത്ത ശേഷം പുണ്യവാളൻ കളിക്കുന്നത് അവർക്ക് സർവ്വസാധാരണമാണ്. മാത്രമല്ല, ബാക്കിയുള്ളവരെ, നിരപരാധികളെ, നല്ലവരെ, സത്യത്തിന് കൂട്ടുനിൽക്കുന്നവരെ ഒക്കെ കുറ്റക്കാരാക്കും, രാജ്യദ്രോഹികളാക്കും. എന്താല്ലേ, ഒരു മനസാക്ഷി കുത്തമില്ല. ഇങ്ങനെയും മനസാക്ഷി മരവിച്ച മനുഷ്യങ്ങളുണ്ടല്ലോ, ചേതനയേറ്റ കരിങ്കൽ ഹൃദയങ്ങളുള്ള മനുഷ്യരുണ്ടല്ലോ എന്നോർക്കുമ്പോൾ ഒരു വിഷമം. അധികാരവും അക്രമവും കൂട്ടിച്ചേർത്ത് മൃഷ്ടാന്നമായി ഉണ്ണുന്നവരാണവർ. പെറ്റതള്ള മുലപ്പാലിൽ വിഷമാണോ അവയവർക്ക് ഇത്തരം ജന്മങ്ങൾക്ക് നൽകിയത്? ഇത്രമാത്രം കാളകൂടമാകാൻ ഇവർക്ക് എങ്ങനെ കഴിയുന്നു? ഏത് തെമ്മാടിത്തരവും ചെയ്യിപ്പിക്കാൻ ഒരു മടിയുമില്ല. എന്നാൽ സ്വന്തം പേര് പോകുന്ന കാര്യം ഭയങ്കര പേടിയാണ്. നാട്ടിലും വീട്ടിലും നല്ലപുള്ള ചമയണം. ശരിക്കും ഈശോ കർത്താവ് പറഞ്ഞ ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളാണിവർ. ആക്രോശവും ഭീഷണിയും കൊള്ളയും കൊള്ളിവയ്പും കൊലപാതകവും ഒന്നും അവർക്ക് ഒരു കുലുക്കവും വരുത്തുന്നില്ല. മനസ്സ് മരവിപ്പിച്ചവൻ എന്ത് സംവേദന, ഹൃദയം മരിച്ചവൻ എന്ത് വിചാരവികാരങ്ങൾ. സ്വന്തം കാലിൽ ഒരു മുള്ളു കൊള്ളുമ്പോൾ അലമുറിയിടുന്ന ഇവർ അനേകരെ കൊല്ലാനും കത്തിക്കാനും കൊള്ളയടിക്കാനും ഒന്നും ഒരു മടിയും സങ്കോചവും ഇല്ലാത്തവരാണ്. പണ്ട് മമ്മൂട്ടിയുടെ വേഷം എന്ന ചിത്രത്തിലെ ഒരു പാട്ടാണ് പെട്ടെന്ന് ഓർമ്മയിലേക്ക് ഓടി വന്നത്. വേഷങ്ങൾ ജന്മങ്ങൾ, വേഷം മാറാൻ നിമിഷങ്ങൾ, നാം അറിയാതെ ആടുകയാണ് ഈ ജീവിത വേഷങ്ങൾ. കാലം തിരിയുമ്പോൾ കഥയും മാറും. സുഹൃത്തുക്കളെ, ഈ വേഷം കെട്ടും അഭിനയവും ഒരു ദിവസം പൊളിഞ്ഞു വീഴും. അന്ന് പൊതുജനം നിങ്ങളെ പിടിച്ച പട്ടിയെ പോലെ ഓടിച്ചിട്ട് തല്ലും. ആ കാലം അധികം ദൂരമില്ല എന്ന് ഓർമ്മിക്കുക. ചിലർ എല്ലാ മതങ്ങളെയും അപമാനിക്കാനും അതിൻ്റെ പേരിൽ വോട്ട് ചോദിക്കാനും നടക്കുന്നവരാണ്. നാണമില്ലാതെ എച്ചിൽ നക്കാൻ പോകുന്നവർ. എന്നിട്ടും കലവറക്കാരനെയും തീറ്റ കൊടുത്തവനെയും തെറി പറയുകയും ചെയ്യും. കഷ്ടം. ദൈവം എന്ന ഒരു ശക്തി, ഒരു വ്യക്തിയുണ്ട് എന്ന് സഹോദര. അവന് നിലനിൽക്കാൻ നിന്റെ വിശ്വാസമെന്ന ഔദാര്യം വേണ്ട. പക്ഷെ നിനക്ക് നിലനിൽക്കണമെങ്കിൽ അവൻ്റെ അനുവാദവും ശക്തിയും ഒക്കെ വേണം. നീ എത്രമാത്രം കയറി അങ്ങ് പോകുമെന്ന് കാണാൻ അവൻ കാത്തിരിക്കുക. അവനുമായി യുദ്ധം വേണ്ട. നീ എന്നല്ല, നിന്റെ 100ഉം 1000ഉം തലമുറകൾ തകർന്നു പോകാൻ അത് മതി. ഓർമ്മ വെച്ചോ, അവൻ ദൈവമാണ്. ഭക്തരുടെ കണ്ണുനീർ കണ്ടില്ല എന്ന് നടിക്കാൻ അവന് ആവില്ല. ഓർമ്മയിരിക്കട്ടെ.